ആകാശവാണി ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആത്മസഖി ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ആത്മസഖി ആകാശവാണിയിൽ നമ്മോടൊപ്പമുള്ളത് റോസി ചെറിയാൻ വാഴപ്പള്ളിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ബൈബിളിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹീബ്രു അത് മലയാളത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന പുതിയ നിയമം, പഴയ നിയമമൊക്കെ സാധാരണക്കാരന് ഇപ്പോൾ ഒരു ഫാദർ, അച്ഛൻ നമുക്ക് പള്ളിയിൽ പറഞ്ഞു തരുന്നു. അപ്പോൾ അത് കേട്ട് ഇൻസ്പയറായി അതിനെക്കുറിച്ച് എഴുതുകയും അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അതിൻ്റെ സാരാംശങ്ങളും ഒക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് എഴുതുകയും ഒക്കെ കൈപ്പടയിൽ എഴുതുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി എഫർട്ടുള്ളൊരു പണിയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ആരും ചെയ്യാൻ സാധ്യതയില്ല. ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വേണ്ടാന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യും. പക്ഷേ ഇത് ബുക്കുകളായി സൂക്ഷിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി, അത് എന്ന് മുതലാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നു തുടങ്ങിയതെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആക്ച്വലി 2010 മുതലാണ് ഞാൻ ബൈബിളുമായിട്ട് കൂടുതൽ അടുക്കാനും പരിചയപ്പെടാനും വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് വായിക്കാറുണ്ട്, എങ്കിലും അതുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വന്ന് 2010 എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ബൈബിള് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഗ്രഹിക്കാനും അതിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുവാൻ സാധിക്കുന്നത് എഴുത്തിലൂടെയാണ്. അപ്പോൾ അത് എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറി. ശരിക്കും ഇത് ചെറുതിലെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവും, ഈ എഴുത്തുകാരി ആവുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർക്കല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ? തീർച്ചയായിട്ടും എഴുതാനുള്ള മോഹം ചെറിയ കാലം മുതലുണ്ട്. പക്ഷെ ഞാൻ ചെറിയ സ്റ്റോറി റൈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള കവിതകൾ അതൊക്കെ കുത്തി കുറിക്കാറുണ്ട്, പുസ്തകങ്ങളായിട്ടില്ല എങ്കിലും. പക്ഷെ ഈ ബൈബിൾ എഴുതുക എന്നുള്ള ഒരു രീതി നമ്മുടെ കേരളത്തിൽ തന്നെ തുടങ്ങുന്നത് ഏകദേശം ഈ ഫിയാത്ത് മിഷന്റെ കോൺഗ്രസ് എന്നുള്ള ഒരു സംഘടന വന്നതുകൊണ്ടാണ്. അതിനു മുമ്പ് ആളുകൾ അങ്ങനെ ബൈബിൾ എഴുതുക എന്നുള്ളത് വലിയ പ്രചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ആദ്യമായിട്ട് മിഷൻ കോൺഗ്രസ് നടക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുക്കാനും ഈ എക്സിബിഷൻ കാണാനും ഇടയായി. അപ്പൊ അവിടെ വെച്ച് ഒരാള് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബൈബിൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മറിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതൊരു വലിയ സംഭവമാണെന്ന് തന്നെ എനിക്ക് തോന്നി. അതായത് ഇത്ര വലിയ എൻ്റയർ ബൈബിൾ കുത്തിയിരുന്ന് എഴുതുക എന്ന് പറയുന്നത് വളരെ ഒരുപാട് സമയം നമുക്കതിന് വേണം, പിന്നെ അതല്ലല്ല അതിനോടുള്ള താല്പര്യം വേണം. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്ന് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് ചോദിച്ചത്. നിനക്ക് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ലതാണല്ലോ, നിനക്ക് ഇതൊന്ന് ട്രൈ ചെയ്തുകൂടെ? അപ്പൊ അന്ന് എനിക്ക് ആക്ച്വലി ഇതും ഉത്തരം വലിയൊരു പുസ്തകമായിരുന്നു അത്. അപ്പൊ ഇത്രയും പേജസ് എഴുതി തീരാന്നുള്ളത് കഴിയുമോ എന്നുള്ള ഒരു ശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ 3-4 പേര് ഈ ഫിയാത്ത് മിഷന്റെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ അവിടെ വന്ന ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് 7 പ്രാവശ്യം വായിക്കുന്ന ഒരു ഗുണമാണ് കിട്ടുക. പിന്നെ നമ്മളത് എഴുതുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് ദൈവവുമായിട്ടുള്ള ഒരു സഞ്ചാരം, അങ്ങനെ തന്നെ അതിന് പറയാം. നമ്മൾ ഒരേ പേജ് എഴുതുമ്പോഴും നമ്മൾ ദൈവത്തോടൊപ്പം ഒരേ മൈൽ സഞ്ചരിക്കുകയാണ്. അതെ അതെ. അപ്പോൾ ആ ഒരു പ്രചോദനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ A4 പേപ്പറിലാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അപ്പോൾ പുതിയ നിയമം എഴുതി ആദ്യം. പുതിയ നിയമം ഏകദേശം ഒരു 3 മാസം കൊണ്ട് എഴുതി തീർത്തു. ഞാനത് ഞങ്ങൾ അവിടെ മിഷനിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് വളരെ നമ്മൾ അത്രയും പരിചയമില്ലാത്തൊരു എഴുത്തായിരുന്നു. A4 പേപ്പറിൽ, പ്ലെയിൻ പേപ്പറിൽ, വരയിടാത്ത പേപ്പറിലാണ് നമ്മളത് എഴുതി തുടങ്ങിയത്. പിന്നീട് ഞാനത് പഴയ നിയമത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പഴയ നിയമം എഴുതാന്ന് പറയുന്നത് ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പൂർത്തിയാക്കാം എന്നുള്ള ഒരു ഇതിൽ തുടങ്ങി. അത് ഏകദേശം ഒരു 11 മാസം എടുത്തു പഴയ നിയമം എഴുതി തീരാനായിട്ട്. അങ്ങനെ 2 സെക്ഷനാക്കിയിട്ട് പൂർത്തിയാക്കി ആദ്യം.
പിന്നെ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് തോന്നി ഇത് ഒരുമിച്ച് എന്തുകൊണ്ട് ആദ്യം മുതൽ ഒന്നും കൂടെ എഴുതിക്കൂടാന്ന് വെച്ചിട്ട് മലയാളം ആദ്യം പഴയ നിയമവും പുതിയ നിയമവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് A4 പേപ്പറിൽ, വരയിടാത്ത പേപ്പറിൽ. ഇപ്പോൾ വരകൾ നമുക്ക് നല്ല ഫ്ലോയിൽ വന്നു എഴുതിയാണ്. നമുക്ക് അടിയിൽ പേപ്പറൊന്നും വെക്കാതെ തന്നെ നമ്മൾ A4 പേപ്പറിൽ അത് എഴുതാൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. ഇപ്പോൾ ബൈബിൾ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ വരയിടാത്ത ഒരു പേജിൽ നമ്മൾ തെറ്റിപ്പോകാതെ ഇങ്ങനെ എഴുതാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഞാനത് എഴുതി വലിയൊരു 5 വോളിയം പുസ്തകങ്ങളായിട്ടാണ് ബൈൻഡ് ചെയ്തത്. നമുക്കത് എടുത്തുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ മനസ്സിൽ തോന്നിയത് ഞാൻ തന്നെയാണോ എഴുതിയത്, എനിക്ക് ഇത്രയും സാധിച്ചോ എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത്. അപ്പോൾ ദൈവത്തോട് നന്ദി പറയാല്ലാതെ വേറെ ഒന്നും, അങ്ങനെ ഒരു വലിയ സംഭവം ഞാൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇംഗ്ലീഷ് എഴുതിക്കൂടാ. അപ്പോൾ ഇംഗ്ലീഷ് ബൈബിള് ഞങ്ങൾ പണ്ട് മസ്കറ്റിലായിരുന്ന സമയത്ത് വായിക്കാറുണ്ടായിരുന്നു. അവിടെ പള്ളിയിൽ ഇംഗ്ലീഷ് കുർബാനയാണ് കണ്ടിരുന്നത്. അപ്പോൾ അവിടെയും ബൈബിള് വായിക്കാറുണ്ട്. അപ്പോൾ ബൈബിളുമായിട്ട് കുറച്ച് അടുപ്പുണ്ട്, ഇംഗ്ലീഷ് ബൈബിളായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കാനും. ഇത് കാരണം നമുക്ക് മലയാളത്തേക്കാൾ കൂടുതൽ കുറച്ച് നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാവുന്ന വേർഡ്സ് അതിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് തുടങ്ങി. ഇംഗ്ലീഷ് അതുപോലെ എൻ്റെ ബൈബിൾ 5 വോളിയായിട്ട് എഴുതി തീർത്തു. ഏകദേശം 1.5 വർഷത്തോളം എടുത്തു. 18-19 മാസം കൊണ്ടാണ് ഇത് എഴുതി തീർന്നത്. അത് ഏകദേശം ഒരു ദിവസം നമ്മൾ 5-6 മണിക്കൂറൊക്കെ നമ്മളിത് എഴുതാനായിട്ട് ചിലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയമൊന്നും നമുക്ക് വേസ്റ്റ് അല്ല. ആക്ച്വലി നമ്മൾ നടക്കുന്നത് ആത്മീയ ശക്തിയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കതൊന്നും ഒരു വിഷമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. ഇപ്പം എന്നോടൊപ്പം എഴുതിയ കുറച്ച് സിസ്റ്റേഴ്സ് അൽമൈരൊക്കെ അന്ന് ഫിയാത്ത് മെഷീനിൽ വന്നപ്പോൾ അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തിപ്പോയി. 100 പേജൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് വയ്യാണ്ട് പോയ ഒരു അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പം എൻ്റെ അടുത്ത് അന്ന് വന്ന് സമ്മാനം തരാമെന്ന് ബിഷപ്പ് ചോദിച്ചു, എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു വിഷമം ഇടയ്ക്ക് വന്നിട്ടില്ല. ഇത് എഴുതി മതിയായി, ബോറടിച്ചു എന്നോ അങ്ങനെ ഒരു തോന്നല് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത്. ഇപ്പം ഇംഗ്ലീഷ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി എന്തുകൊണ്ട് ഹിന്ദി ആയിക്കൂടാ. അപ്പോൾ ഹിന്ദി വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ കേട്ടോ. അതായത് നമ്മൾ പുതിയതായിട്ട് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്ത് അതിലേക്ക് പോയപ്പോൾ ഹിന്ദിയിൽ നമുക്കൊരുപാട് വ്യത്യസ്തമായ, അതായത് ഇപ്പോൾ പരമേശ്വർ, ലോഡ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു പേരുകളൊക്കെ വ്യത്യസ്തമായിട്ട് കേൾക്കുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. ഹിന്ദി പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഓരോ ഭാഷയും പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്? പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ലാംഗ്വേജ് തന്നെയാണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഹിന്ദി നമ്മൾ ഓൾറെഡി സ്കൂളിലും ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഹിന്ദി നമ്മളെപ്പോഴും പുറത്തൊക്കെ പോയതുകൊണ്ട് അവിടെ ഹിന്ദി കുറേ യൂസ് ചെയ്തിട്ടുണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട്. ഞങ്ങൾ മസ്കറ്റിലായിരുന്നു 10 വർഷം. അപ്പോൾ നമ്മൾ അറബികളായിട്ടും അറബിയും ഹിന്ദിയൊക്കെ ആയിട്ട് കുറച്ച് സംസാര ഭാഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഹിന്ദി നമ്മൾ കോപ്പി ചെയ്യാണ്, നമ്മുടേതായിട്ട് ഉണ്ടാക്കി എഴുതല്ലോ. അപ്പോൾ അതിനെ പുതിയതായിട്ട് പഠിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഹിന്ദി എഴുതി അതുപോലെ ഒരു 4 പുസ്തകം ആയിട്ട് ബൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇറ്റലി പോയിട്ടുണ്ടായിരുന്നു. ഇറ്റലി സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു, ഇത്രയും ബൈബിളൊക്കെ എഴുതി ഇനി ഒരു ഇറ്റാലിയൻ എഴുതിക്കൂടെ. അപ്പോൾ നമ്മുടെ മാർപ്പാപ്പ കേരളത്തിൽ ഇനി സന്ദർശിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് റോസിക്ക് മാർപ്പാപ്പയ്ക്ക് സമ്മാനമായിട്ട് ഒരു ഇറ്റാലിയൻ ബൈബിള് ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി കൊടുക്കുന്നത് വളരെ ഒരു അപ്രിസിയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞാനത് ജസ്റ്റ് ഇങ്ങനെ അയച്ചു. നടക്കുന്ന കാര്യമല്ല, കാരണം ഇറ്റാലിയൻ ഭാഷ നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടല്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇംഗ്ലീഷ് ലെറ്റർ തന്നെയാണ്. ഇറ്റാലിയൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെയാണ്. അപ്പം നമ്മൾ കോപ്പി ചെയ്ത് നോക്കാമെന്നിരുന്ന് ഞാൻ ബൈബിള്, ഒരു ഫ്രണ്ട് എനിക്ക് ബൈബിള് കൊണ്ടു തന്നു. അപ്പം ഞാനതൊക്കെ മറിച്ച് നോക്കിയപ്പോൾ ഇത് കഴിയും, ഇത് സാധിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ ഇറ്റാലിയൻ എഴുതാൻ തുടങ്ങിയപ്പോൾ വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഇംഗ്ലീഷുമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ എളുപ്പമുണ്ട് ഇറ്റാലിയൻ എഴുതാനായിട്ട്. അതിലെ വേർഡ്സും വചനമൊക്കെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാലോ ഇംഗ്ലീഷ് എഴുതിയതുകൊണ്ട് ഇതാണ് ആ വചനം എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവും. അല്ലാതെ ഇറ്റാലിയൻ നമ്മൾ ഫ്ലൂവൻ്റ് ആയിട്ട് പഠിക്കുക അതിന് വേണ്ടിയിട്ട് സമയങ്ങളെയും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഈ ഇറ്റാലിയൻ സുവിശേഷങ്ങൾ മൊത്തം എഴുതി. അതൊരു വലിയ സന്തോഷമായ ഒരു കാര്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ബൈബിളൊക്കെ
സമർപ്പിക്കാനായിട്ട് പള്ളിയിൽ കൊടുത്തപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛനും വികാരി ജനറൽ അച്ഛനാണ് ഇത് ലൈറ്റ്നിങ് സെറമണി ചെയ്തത്. അപ്പോൾ ഈ ബൈബിളുകൾ കണ്ടപ്പോൾ വികാരി ജനറൽ പറഞ്ഞു ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ റോസിക്ക് ഇനി അടുത്തത് ജർമ്മൻ എഴുതി കൂടെ, ജർമ്മൻ സാധിക്കും, അതും ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് എന്ന് പറഞ്ഞു. പ്രോത്സാഹനങ്ങൾ വന്നു തുടങ്ങി. പ്രോത്സാഹനങ്ങൾ വന്നു. അപ്പോൾ അടുത്ത ഭാഷയിലേക്കൊരു ചിന്ത ഉണ്ട്, തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ മകളുടെ കുട്ടി, മകൾ അമേരിക്കയിലാണ്, അപ്പോൾ അവളുടെ കുട്ടി സെക്കൻഡ് ലാംഗ്വേജ് സ്പാനിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മോള് സ്പാനിഷ് ബൈബിളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ആള് പറഞ്ഞു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെയാണ് ഗ്രാൻഡ്മ ഈ സ്പാനിഷ്, അപ്പൊ അത് എഴുതി കൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതും മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷ് എൻ്റെ അതേ ചോട് പിടിച്ച് തന്നെ സ്പാനിഷും ജർമ്മനും ഒക്കെ എഴുതാമെന്നൊരാഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. അപ്പം അതിനുള്ള സമയം കണ്ടെത്തണം. പിന്നെ ആ ഭാഷ നമ്മൾ കുറച്ചുകൂടി ഫ്ലുവൻ്റായിട്ട് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഓരോന്നും ഇംഗ്ലീഷ് വെച്ച് ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് തന്നെയാണ് അത് എഴുതാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഇതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചിട്ടയായി നമ്മളൊരു കാര്യം ചെയ്തു വരുമ്പോൾ അല്ലേ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം എഴുതുന്നത് തന്നെ നമ്മൾ രാവിലെ എഴുതുന്ന ഒരു ടൈമുണ്ട്, അത് ഇത്ര പേജ് അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് നമ്മൾ എഴുതി തീർക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇൻസ്പിറേഷനിൽ നമ്മൾ എഴുതുന്നത്. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ മതി നിർത്താം അങ്ങനെ തോന്നലില്ലാതെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് കോപ്പി ചെയ്യുകയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണി തന്നെയാണ്. അപ്പം അത് നമ്മുടെ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം റിയൽ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ. ടൈം മാത്രമല്ല നമ്മുടെ ശ്രദ്ധ നമുക്കത് തെറ്റുകൂടാതെ നമ്മൾ എഴുതി പൂർത്തിയാക്കണം. അതുപോലെ ആ ഒരു ബൈബിളിന്റെ ആസിറ്റീസ് ലെവലിലേക്ക് അത് വരുകയും വേണം. നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നന്നായിട്ട് സമയമെടുത്ത് അതിന്റെ ഹെഡിങ്സും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഒക്കെ സെപ്പറേറ്റ് എഴുതി. അപ്പം അതിന് നമ്മൾ സമയം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സമയം വേണം, ആ സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വേണം. പിന്നെ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടി നമുക്ക് വേണം. എഴുതാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരണം. പിന്നെ നമുക്കതിനുള്ള ഹെൽത്ത് വേണം. നമ്മളിപ്പോൾ കുറേ നേരം ഇരുന്ന് എഴുതുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ തരണം ചെയ്ത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ ഇനിയും എഴുതാനായിട്ട് ഈ കൈകൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്രയും ഇൻട്രസ്റ്റ് ഈ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. കാരണം അത്രയും ഇൻട്രസ്റ്റോട് കൂടിയാണ് നമ്മളത് സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ ആ താല്പര്യം നമ്മൾ അവസാനം വരെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമ്മൾ പഴയ നിയമം ഇപ്പോൾ 9 മാസമായി ഞാൻ എഴുതി തുടങ്ങിയിട്ട്. അത് A3 പേപ്പറിലാണ് എഴുതുന്നത്. ഇപ്പൊ വലിയ സൈസിലേക്ക് വരയിട്ട പേപ്പറിൽ. അത് ബൈബിൾ അപ്പോസ്തലത്തിന്റെ ഒരു കോമ്പറ്റീഷൻ കൂടിയാണത്. കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തു. പുതിയ നിയമത്തിന്റെ A3 പേപ്പറിൽ ലൈൻഡ് പേപ്പറിൽ എഴുതി പൂർത്തിയാക്കി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ പഴയ നിയമം ഈ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാർച്ചിന് മുമ്പാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഡിസംബറിന് മുമ്പ് ക്രിസ്മസിന് മുമ്പ് തീർക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് അത് ഇങ്ങനെ മൂവ് ചെയ്തിരുന്നത്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി മലാക്കി കൂടി എഴുതാനുള്ളൂ. ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ പിന്നെ നമ്മളെ YMCA പോലുള്ള സ്ഥലങ്ങളിൽ യൂത്ത് മൂവ്മെൻറ്റ് ക്രിസ്ത്യൻ മിഷണറിയുടെ അവിടെ ഈ കോമ്പറ്റീഷൻ, അതായത് ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് ഇങ്ങനെ എഴുതി വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് രജിസ്റ്റർ ചെയ്യും കൃത്യമായിട്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ലൂക്കയുടെ പുസ്തകം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട്. അപ്പോൾ അതിൽ ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്റ്റിയോട് ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, മകനോടുകൂടി ചോദിച്ചത്, ബൈബിളിലെ അവസാനത്തെ വാചകം ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്കന്ന് ഓർമ്മയുണ്ട്, ഞാനത് കോമ്പറ്റീഷന് പങ്കെടുത്ത ഒരാളാണ് അതുപോലെ. അപ്പോൾ പറഞ്ഞു ആമേൻ ആയിരിക്കും അല്ലേ, അതെ അതാണ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഈ ബൈബിൾ വചനങ്ങൾ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടോ? കോമ്പറ്റീഷൻ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2022, 23, 24, 25 ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ക്വിസ് പ്രോഗ്രാംസിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം ഇപ്പം ഈ എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ക്വിസ് പ്രോഗ്രാം ഇപ്പം ഇന്നലെ ഒരെണ്ണം വിളിച്ചിരുന്നവരുടെ, അപ്പോൾ അതിന് സമയം കിട്ടില്ല. അപ്പോൾ പഴയ നിയമം എഴുതി തീർക്കുക എന്നുള്ളത് എന്നോടൊപ്പം 2 പേരും കൂടി എഴുതുന്നുണ്ട്.
ഉണ്ട്. അപ്പൊ അവരൊക്കെ പകുതിയായിട്ടുള്ളൂ. അപ്പൊ ഞാനത് ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും കൂടിയിട്ടാണ് ഇനി അത് ബൈൻഡ് ചെയ്ത് ഏൽപ്പിക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകുതി എത്തിയപ്പോൾ ഒരു സിസ്റ്റർ എഴുതി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുകയുണ്ടായി എന്താണ് കാരണം. എഴുത്ത് തുടങ്ങിയിട്ട് 450 പേജോളം ആൾ എഴുതി. പിന്നെ ആൾക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ആള് പറഞ്ഞ ഇത് തുറക്കുമ്പോഴത്തേക്കും ഒരുപാട് അസ്വസ്ഥതകൾ വരുന്നു. ഒരു വരി എഴുതുമ്പോഴത്തേക്കും ക്ഷീണം വരുന്നു. പിന്നെ ചായ കുടിക്കാൻ പോവും. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വന്നിട്ട് ആൾക്ക് എഴുതാൻ കഴിയുന്നില്ല. അപ്പൊ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കും എഴുതാനിരിക്കുമ്പോ. കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആയാലും എന്തായാലും അതിനോടൊരു ഇഷ്ടം കുറഞ്ഞു കഴിഞ്ഞാൽ, ആ പാഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഇതുവരെ ദൈവം അങ്ങനെ നമ്മളെ നടത്തിച്ചു. ഇത്ര എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് പോലും അവിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ നല്ലൊരു ജേണി ആയിരുന്നു ജീസസിനോടൊപ്പം നടക്കുക. അത് നമ്മൾ വിഷ്വലി കാണുകയാണല്ലോ ചെയ്യുന്നത്. അതെ, കണ്ടിട്ടാണ് നമ്മൾ ആ കാര്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങുക തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മളൊരു കാര്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആ കാര്യം നമ്മൾ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഭാഷയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, നമ്മളിപ്പോൾ ആകാശവാണി പോലുള്ള ഒരു മാധ്യമത്തിന് ഭാഷ പണ്ടത്തെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആകാശവാണിയൊക്കെ കേൾക്കാറില്ലേ? പണ്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഒരു സാധനം ആകാശവാണിയാണ്. ഈ പാട്ടുകളും എല്ലാ കാര്യങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടോ പണ്ട് എപ്പോഴെങ്കിലും? അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള സംഭവമുള്ള പാട്ട് കേൾക്കുക എന്നുള്ളത്. പിന്നെ പാട്ട് മാത്രമല്ല, ഈ കൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് നമുക്ക്. ന്യൂസുകൾ അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവോളജിയാണ് പഠിച്ചിരിക്കുന്നത് ഡിഗ്രി. അപ്പൊ ഈ ജന്തു സസ്യങ്ങളായിട്ടൊക്കെ കേൾക്കാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും ഈ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ, ഇൻഫർമേഷൻ വരാറുണ്ട്. അതൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ പാട്ടുകള് പൊതുവെ ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്. ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു പാട്ട് ഏതാണ്? പണ്ട് കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു പാട്ട് പറഞ്ഞാൽ നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചുകൊടുക്കാം. പണ്ട് ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്രാണേശ്വരി എന്നുള്ളൊരു പാട്ടാണ്. അതെപ്പോഴും നമ്മള് പലപ്പോഴും അതിൽ കൂടെ വരാറുണ്ട്. അപ്പൊ ആ ഇഷ്ടപ്രാണേശ്വരി പാട്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ജയചന്ദ്രൻ പാടിയ പാട്ടുകള്, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, പിന്നെ ചന്ദ്രകാന്തം, അങ്ങനെയുള്ള പാട്ടുകൾ ഒരുപാട് പഴയ പാട്ടുകളിലോട് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴും സംപ്രേഷണം ചെയ്യാറുണ്ടല്ലോ പാട്ടുകളൊക്കെ. റേഡിയോ വഴിയാണോ കേട്ടിട്ടുള്ളത്? പണ്ട് റേഡിയോ എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷനുള്ളൂ. അത് ഞായറാഴ്ച ദിവസം രാവിലെ 8 മണിക്ക് റേഡിയോയില് പാട്ടുകൾ വരും. അത് ചിത്രാഞ്ജലി സംതിങ് അങ്ങനെയാണ് എന്റെ ഓർമ്മ വരുന്നത്. അപ്പൊ അതിലൊരു 5-8 പാട്ടുകൾ ഉണ്ടാവും സൺഡേ. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി മാത്രം നമ്മൾ സമയം മാറ്റി വയ്ക്കുന്ന ഒരു ഇതുണ്ട്, പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഈ ഇൻഫർമേറ്റീവ് ഉച്ച നേരത്ത് കുറച്ച് 2 മണി നേരത്തൊക്കെ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ലൈവ് പ്രോഗ്രാം അത് കേൾക്കാറുണ്ട്. അത് കേൾക്കുന്ന നമ്മൾ റിലാക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. കുറെ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ലോകത്തെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ, മ്യൂസിക് മാത്രമല്ല, ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, 7ാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, 7ാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി, കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചരിവിലെ കുയിൽ കിളി, ഇണക്കുയിൽ കിളി. കുന്തിരിക്കം പുകയുന്ന കുന്നിൻ ചരിവിലെ കുയിൽ കിളി, ഇണക്കുയിൽ കിളി.
ഞങ്ങളുടെ ഇടയിൽ ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം, ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം. എന്നോട് പറയൂ നീ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കൂ. ഇഷ്ടപ്രാണേശ്വരി സ്വർണ്ണമേഘത്തൂകിൽ കൊണ്ടു നാണം മറയ്ക്കുന്ന സുധാംഗതേ, സ്വർഗസുധാംഗതേ. സ്വർണ്ണമേഘത്തൂകിൽ കൊണ്ടു നാണം മറയ്ക്കുന്ന സുധാംഗതേ, സ്വർഗസുധാംഗതേ. ആ പ്രമദവനത്തിൽ ആദവും ഹൗവയും അരുതെന്നു വിലക്കിയ കനി തിന്നുവോ, ഈശ്വരനരുതെന്നു വിലക്കിയ കനി തിന്നുവോ. എന്നോട് പറയൂ നീ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കൂ. ഇഷ്ടപ്രാണേശ്വരി നിന്റേതൻ തോട്ടം എനിക്കു വേണ്ടി, ഏഴാം സ്വർഗം എനിക്കു വേണ്ടി. ഇഷ്ടപ്രാണേശ്വരി. പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പല പള്ളികളിൽ ചർച്ചുകളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഈ എപ്പോഴും സൂക്ഷിക്കുന്നത് പഴമ സൂക്ഷിക്കും. അതായത് അവിടുത്തെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചർച്ചുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മുകളിൽ ഉള്ള ചിത്രപ്പണികളൊക്കെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതിനൊരു ആംബിയൻസ് വേറൊരു തരത്തിലായിരിക്കും, ഒരു കാമൈൻ ക്വയറ്റ് ആംബിയൻസ് അവിടെ. അപ്പോൾ അതൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൽ കുറേ അക്ഷരങ്ങളിൽ ഇപ്പം ഹീബ്രുവിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഹീബ്രു നമുക്ക് അറിയില്ലെങ്കിലും നമ്മളത് അപ്പോൾ അങ്ങനെയൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹീബ്രുവിൽ പോലുള്ള ഒരു ബൈബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അക്ഷരങ്ങൾ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. നമുക്കത് എഴുതാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വായിക്കാനും. കാരണം പഴയ കാലത്ത് ലിപികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലെറ്റേഴ്സ് പോലെയല്ലല്ലോ. അപ്പൊ നമ്മളത് പഠിക്കാണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ചിത്രപ്പണികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് സ്പെയിനിലെ സഗ്രാദ ഫാമിലിയ എന്ന് പറഞ്ഞ പള്ളി. അത് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോഴും അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല, എത്രയോ വർഷങ്ങളായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ചിത്രപ്പണികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ വിശദീകരിച്ചാൽ തീരില്ല. അതേപോലെ ഒരു ബിബ്ലിക്കൽ മോഡലിലാണ് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഉള്ളും എല്ലാം ഉണ്ടാക്കിയിരിക്കണേ. എൻ്റെ അറിവ് വെച്ചിട്ട് അത് ആർക്കിടെക്റ്റ് മരിച്ചു, അതിൻ്റെ മകൻ വന്നു, അതും മരിച്ചു. അങ്ങനെ തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് വർക്ക് അവിടെ ഞാൻ കണ്ടത്. വളരെ ഫേമസ് ആണ്, ലോകത്തിലെ തന്നെ ഫേമസ് ആണ്. പിന്നെ ഇറ്റലിയിൽ അതായത് വെണ്ണക്കൽ മാർബിൾ കൊണ്ട് കൊത്തിയിട്ടുള്ള ശില്പങ്ങള് അത് വളരെ അട്രാക്റ്റീവാണ്. പിന്നെ ആ ഫോട്ടോസൊക്കെ നമ്മൾ കാണെങ്കിൽ നമ്മൾ മലയാളികൾ കണ്ടാൽ ചിലപ്പോൾ ചിരിച്ചു എന്ന് വരും. അതേപോലെയുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. 14 പള്ളി ഇറ്റലിയിലെ, അതുപോലെ ജർമ്മനിയിലെ 10-20 രാജ്യങ്ങളിലെ പള്ളികളൊക്കെ നമുക്ക് പോകാനും അത് വിസിറ്റ് ചെയ്യാനും ഒക്കെ ദൈവാനുഗ്രഹം ഈ പറഞ്ഞ 12 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് തന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും ആദ്യം പോവുക ഫസ്റ്റ് ഒരു പള്ളിയിലായിരിക്കും പോവുക. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ചർച്ചിൽ പോയി. ഇപ്പം ഈ അടുത്ത് ഞങ്ങൾ തായ്ലൻഡിൽ പോയി, അവിടെ ഒരു പള്ളിയിൽ പോയി. അതുപോലെ വിയറ്റ്നാമിൽ പോയപ്പോൾ അവിടുത്തെ പള്ളികളിൽ കുറച്ച് കവർ ചെയ്തു. അപ്പോൾ എവിടെ പോയാലും ആദ്യം പോവുക ചർച്ചിലായിരിക്കും. അതാണ് മനസ്സിൽ ഏറ്റവും വരുന്നത്. എവിടേക്ക് ആദ്യം പോവുക എന്ന് വെച്ചാൽ ചർച്ചാണ്. ആ ചർച്ചിൽ പോയിട്ട് ഞങ്ങളുടെ ആ ഒരു ട്രാവലിംഗ് തുടങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന തെളിവെന്ന് വെച്ചാൽ ഇറ്റലി ചെന്നപ്പം കാലങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന കൊളോസിയം അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആവാതെ വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഞങ്ങൾ ചെന്ന വർഷം 2016.
16 ഞങ്ങൾ ആ കൊളോസിയം കാണാൻ പോകുന്ന ദിവസം ആദ്യമായിട്ട് പബ്ലിക്കിന് തുറക്കുന്ന ദിവസം. അതും ഫ്രീ എൻട്രി. മറ്റേത് ഇത്ര യൂറോ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പൊ ഞങ്ങളത് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് ചോദ്യം ചോദിച്ചാൽ ഈ ചിത്രപ്പണികൾ എപ്പോഴും ആകർഷ്ടമാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതിയതിനോടൊപ്പം തന്നെ ഈ ബൈബിളിൽ അതിനകത്തുള്ള ചിത്രങ്ങളും അത് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക എഫർട്ടുകൾ എന്തെങ്കിലും എടുത്തോ? ചിത്രത്തിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ സമയം വരയ്ക്കാൻ നമുക്ക് വേണമല്ലോ. അതായത് ആ ബൈബിളില് പ്രിന്റ് ചെയ്ത പോസ്റ്ററിന് അനുകൂലമായിട്ടുള്ള ചിത്രമാണ് അവിടെ കൊടുക്കുക. ഇപ്പൊ നമ്മളെ കൈകൊണ്ട് തന്നെ അത് വരയ്ക്കുകയും ചെയ്യും. കൈകൊണ്ട് തന്നെ നമ്മൾ അതിന് ഒരുപാട് സമയം നമ്മൾ ചെലവ് ചെയ്തിട്ട് ഭംഗിയിൽ വരുത്തല്ല. ആ ഒരു അങ്ങനെ ആവുമ്പോൾ നമുക്ക് ടൈം ഉണ്ടാവും. നമ്മൾ ഏകദേശം ചിത്രം വരയ്ക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ ബയോളജിയും സുവോളജിക്കാരും ചിത്രം എന്തായാലും റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ ഒരുപാട് പടം വരയ്ക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഇഷ്ടപ്പെട്ടതായിരുന്നു പടം വരയ്ക്കുക എന്നുള്ളത്. പിന്നെ അതൊരു റിലാക്സും കൂടിയാ. നമ്മളിപ്പോ ഒരു 3-4 പേജ് എഴുതി കഴിയുമ്പോൾ ആ എഴുത്ത് വിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിരുന്ന് വരയ്ക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധ അതിലേക്ക് പോകും. റിലാക്സേഷൻ കിട്ടും നമ്മുടെ ബ്രെയിന്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പടം വരയ്ക്കുക എന്ന് പറയുന്നത് അതൊരു നമുക്ക് ഇടയ്ക്ക് ഒരു സ്നാക്ക് കഴിക്കണ പോലെയാണ് ആക്ച്വലി. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ കൂടിയാണ്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ പടങ്ങൾ മുഴുവൻ വരച്ച് തീർക്കാൻ പറ്റി. എത്ര പടങ്ങളുണ്ട് അതിൽ മൊത്തം? 320 പടമുണ്ട് അതിനകത്ത്. അതാ പുസ്തകത്തിലെ ആസിറ്റീസ് പോലെ തന്നെ. പിന്നെ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ സ്കെച്ചൊക്കെ ഉണ്ട് അതില് ബൈബിളില്. അതായത് ഈജിപ്റ്റ്, ഇവിടെ അങ്ങനെ സ്കെച്ച് വരച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ എവിടെയാണ്? ആ സ്കെച്ചും അതേപോലെ തന്നെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ടൈം കൂടുതൽ വേണം. പിന്നെ അതിനുള്ള പെൻസ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ടുള്ള സമയം തന്നെയാണ് ഏറ്റവും മനസ്സും. ഈ നമ്മളൊരു പണിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കോൺസെൻട്രേഷൻ തന്നെയാണ് വേണ്ടത്. കൃത്യമായിട്ട് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിനൊരു സംതൃപ്തി കിട്ടുകയാണെങ്കിലേ അത് നമുക്ക് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അത് അങ്ങനെ ഒരു മടി തോന്നല്ല. ഇപ്പോൾ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം എഴുതാൻ സാധിച്ചില്ല എന്നുള്ളത് ഭയങ്കര മനപ്രയാസമാണ്. അപ്പോൾ അത് ഞാൻ കവർ ചെയ്യും രാത്രി ഇരുന്നിട്ടായാലും. അത്ര പേജസ് എഴുതിയാലാണ് എനിക്കൊരു സംതൃപ്തി വരുന്നത്. വചനം എഴുതിയില്ലെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥതയാണ് ആക്ച്വലി. അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക്. അപ്പോൾ അതൊന്ന് എഴുതിയേ പറ്റൂ. നമുക്ക് ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എഴുതേണ്ടി വരുവാണ്. ഉച്ചയ്ക്ക് നമുക്ക് ഉറങ്ങാതെ ഇരുന്ന് എഴുതും. ഈ ഇപ്പോൾ ബൈബിളിലെ ഇപ്പോൾ ലൂക്കോയുടെ വചനങ്ങൾ, അതുപോലെ തന്നെ സോളമൻ, അങ്ങനെ ഓരോരോ ഖണ്ഡികളായിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്? അതായത് ബൈബിളില് 2 പോർഷനായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ പേജിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ 2 പോർഷനായിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ട് അല്ല ഞാൻ ചോദിക്കുന്ന ഓരോ ഇപ്പം ലൂക്കോയുടെ സുവിശേഷം അതൊന്ന്, അതുപോലെ തന്നെ അടുത്ത സുവിശേഷം, അങ്ങനെ പേജ് വിട്ടിട്ട് അങ്ങനെ തന്നെയാണ് ബൈബിളിൽ അങ്ങനെ കാണുന്നുണ്ട്. പുസ്തകമായിട്ട് തന്നെയായിരുന്നു. അതായത് ബൈബിളില് പല പുസ്തകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 46 പുസ്തകം, പുതിയ നിയമത്തിൽ 27 പുസ്തകം. അപ്പൊ ഒരു പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഉൽപ്പത്തി എന്ന് പറഞ്ഞ ഒരു പേജിൽ നമ്മൾ ഉൽപ്പത്തി എന്ന് വലിയതായിട്ട് എഴുതിയിട്ട് അങ്ങനെ അതിന്റെ ആമുഖമുണ്ട്. ആമുഖം എഴുതുക. അത് കഴിഞ്ഞ് പിന്നെ അധ്യായങ്ങൾ 1, 2 മുതൽ ഉൽപ്പത്തിയുടെ എല്ലാ അധ്യായം. അത് കഴിഞ്ഞിട്ട് അതൊരു പുസ്തകം കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് പുറപ്പാട്. അങ്ങനെ ഓരോന്നും ഇതിൽ. അപ്പൊ എല്ലാത്തിന്റെ ആമുഖം എഴുതണം, അതിന്റെ ചാപ്റ്റേഴ്സ് എഴുതണം, പിന്നെ അതിന്റെ ടൈറ്റിൽസ് നമ്മള് കട്ടിയുള്ള പേന കൊണ്ട് എഴുതണം. പിന്നെ ഇറ്റാലിയനിൽ വരുമ്പോഴത്തേക്ക് അത് റെഡ് ഇങ്ക് ആണ് വരുന്നത്. ടൈറ്റിൽസ് ഒക്കെ അവരുടെ പുസ്തകത്തിൽ റെഡ് ഇങ്ക്. അപ്പൊ നമ്മൾ റെഡ് ഇങ്കിൽ തന്നെ ഉപയോഗിക്കും. അതില് 3 തരം പേനകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ബ്ലൂ മഷി ഉണ്ട്, ഹെഡിങ് എഴുതാനുണ്ട്, നമ്പേഴ്സ് എഴുതാൻ വേറെ ഇച്ചിരി വ്യത്യസ്തമായതുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ ആ സിറ്റീസ് നമ്മൾ കോപ്പി ചെയ്യും. കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്നിപ്പോൾ ഒരു പഠനം എന്ന രീതിയിൽ പോയി, ഡിഗ്രിയൊക്കെ പോയി, അങ്ങനെയൊക്കെ ഉള്ളത്. വിദ്യാഭ്യാസം, ജോലി, അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ശരിക്കും
പറഞ്ഞ കുട്ടിക്കാലത്ത് നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്ന കാലത്തും അന്ന് ഇപ്പൊ സ്കൂളിനോടടുത്ത് തന്നെയാണ് പള്ളിയുണ്ട്. അപ്പോൾ ഈ ഇന്റർവെൽ ടൈമിലൊക്കെ പിള്ളേരുകൾ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ആക്ച്വലി പള്ളിയിലേക്ക് പോവാറ്. തൊട്ടടുത്താണ്. അപ്പൊ ഈ പള്ളിയിൽ പോകുമ്പോൾ വെച്ചാൽ അവിടെ മാതാവിന്റെ ചിത്രങ്ങൾ രൂപമുണ്ട്, നിത്യസഹായ മാതാവിന്റെ രൂപമുണ്ട്. അപ്പൊ അവിടെ സൊഡാലിറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ ഉണ്ട്. അപ്പൊ ആ സംഘടനയിലൊക്കെ അതിലൊരു മെമ്പർ ആവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ വളരെ അത്ര ഇതായിട്ട് പുറത്തേക്ക് എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിലല്ല എൻ്റെ പ്രാർത്ഥനകളൊന്നും. ഞാൻ എൻ്റെതായിട്ട് മനസ്സിലുള്ള പ്രാർത്ഥനകളാണ്. അപ്പൊ പുറമേക്ക് ഞാനതങ്ങനെ കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ പള്ളി സൗകര്യങ്ങളില്ലെങ്കിൽ സൺഡേ അവിടുത്തെ പള്ളിയിൽ പോകും. ഡെയിലി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിനോടനുബന്ധിച്ചൊരു ചാപ്പലുണ്ട്. എല്ലാ ദിവസവും അവിടെ രാവിലെ കുർബാനയ്ക്ക് പോകും. കുർബാന കഴിഞ്ഞ് വന്നിട്ടാണ് സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ പോവുള്ളൂ. അപ്പൊ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് മുതലുണ്ട്. പിന്നെ സഭയിലേക്കൊക്കെ പ്രവർത്തിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ കുട്ടിക്കാലം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സാമ്പത്തികമുള്ള ഇതിലല്ല നമ്മൾ വളർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായിട്ടുള്ള ചില ശ്രമങ്ങൾ, അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. അതായത് നമുക്ക് വെറുതെ ഇരിക്കാൻ ഒരു ടൈമില്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കും എപ്പോഴും എന്തെങ്കിലും. അപ്പൊ ഞാൻ +2 പോകുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയിരുന്നു, ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോളേജിൽ പോവുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ട്യൂഷൻ എടുക്കും. 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് 9th പിള്ളേർക്കൊക്കെ 2 ബാച്ച് ട്യൂഷൻ എടുക്കും, പോക്കറ്റ് മണിക്ക്. അപ്പൊ അതിനൊന്നും പാരന്റ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം. അപ്പൊ നമുക്ക് ടൈം നമ്മളും കൂടി പഠിക്കുകയാണ്. ആക്ച്വലി നമ്മളൊരാളെ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മളും കൂടി കൂടുതൽ പഠിക്കുക. അങ്ങനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. മാസം എനിക്ക് ആവശ്യത്തിന് പൈസയും കിട്ടിയിരുന്നു. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നല്ല മാർക്കോട് കൂടിയിട്ടാണ് ഡിഗ്രി കഴിഞ്ഞത്. അപ്പൊ അന്ന് BSc കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് മെഡിസിന് പോവാം. 2-3 വർഷം പഠിച്ചാൽ മതി, ചെറിയ പൈസയിൽ പോവാം. പക്ഷെ അത് സാധിച്ചില്ല. ഡിഗ്രിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിലും അതിനുള്ള ഇത് പറ്റിയില്ല. അപ്പൊ ആ ഒരു പ്രൊഫഷൻ മനസ്സിൽ എപ്പോഴും ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പിള്ളേരിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്തു. അങ്ങനെ ഇപ്പൊ 3 പേരും ഡോക്ടറാണല്ലോ. അതെ. അപ്പൊ അത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. പിന്നീട് മക്കളുണ്ടായപ്പോ അവരെങ്കിലും നമ്മൾക്ക് ആ ഒരു പ്രൊഫഷനിൽ എത്തിക്കണം എന്നുള്ള ഭയങ്കര എത്തിക്സ് ആയിരുന്നു. അപ്പൊ ആ മാരേജ് കഴിഞ്ഞ് ഞങ്ങള് മസ്കറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ ജോലി ചെയ്തു. അവിടെ ഏകദേശം ഞങ്ങളൊരു 8 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. പല കമ്പനിയിലായിട്ട് 9-10 കമ്പനിയിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം മിനിസ്ട്രി കയറിയത്. കാരണം അന്നത്തെ ലോ വെച്ചിട്ട് ഫാമിലി വിസയിൽ വന്ന നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ അവിടെ ടൈപ്പ് റൈറ്റിംഗ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ പഠിച്ചു. 1980 കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അപ്പം അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. സമയം എന്നത് കുറവാണ്. അത് നമുക്ക് എത്ര അനുവദിച്ചിട്ടുണ്ടെന്ന് ഒരു മനുഷ്യനും ഇന്ന് വരെ ലോകത്ത് മനസ്സിലാക്കാത്തൊരു കാര്യം. നമുക്ക് എത്ര സമയം ഇനി ഉണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഡോക്ടറിന് പറയാൻ പറ്റില്ല, ഒരു മുഖ്യമന്ത്രിക്കോ ഒരു ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ സമയം ദൈവം നമുക്ക് എത്ര നിശ്ചയിച്ചു. അപ്പൊ ആ സമയം നമുക്ക് നാളെ തീരും എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇന്ന് ജീവിക്കാൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്നൊരു പ്രോജക്റ്റ് നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ സമയം നമുക്ക് കിട്ടുന്നത് മാക്സിമം അത് വാല്യൂബിളായിട്ട് തീർക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നമ്മളത് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ തീരുമാനം തമ്പുരാൻ്റെ കയ്യിലായിരിക്കണം. അത് നമുക്കത് പറയാനേ പറ്റുള്ളൂ. തീരുമാനം അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സമയം നമ്മൾ ഉപയോഗിക്കാൻ മാക്സിമം അതിനെ വാല്യുബിൾ ആക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. 100% കൊടുക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വീട്ടുകാരായിരുന്നാലും ഹസ്ബൻഡ് ആയിരുന്നാലും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു റാപ്പോ? തീർച്ചയായിട്ടും സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാണ്ട് നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൺ നമുക്കൊരു ഫാമിലി തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ സപ്പോർട്ട് വേണം. ഇനി സപ്പോർട്ട് ഇല്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യണം. സപ്പോർട്ട് ഒരു ക്രിയേഷനിലേക്ക് നമ്മൾ പോകണം. അതായത് നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ മക്കളോ ഫ്രണ്ട്സോ അയൽവക്കക്കാരോ ബന്ധുക്കളോ എവിടെ നിന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സപ്പോർട്ട് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
ആ സപ്പോർട്ട് സിസ്റ്റം കുറച്ചുണ്ടാവണം നമുക്ക്. ബേസിക്കലി ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ പറ്റില്ല മാരേജിന് ശേഷം. കാരണം അതിനൊക്കെ ഒരു ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന് തടസ്സം ചെയ്താൽ നമുക്ക് ഒരിക്കലും അത് കൊണ്ടുപോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും 100% സപ്പോർട്ടീവാണ്. ബൈബിൾ എഴുതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സപ്പോർട്ടീവാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം യൂസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹമാണല്ലോ ആദ്യം പറഞ്ഞ് അതെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ തോന്നും. അങ്ങനെ പലതും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നത് നമുക്കൊരു സപ്പോർട്ടിങ് ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പല മനുഷ്യരും പലതും ഇട്ടിട്ട് പോണതും ഒക്കെ സപ്പോർട്ടിങ്, ഇപ്പൊ പിള്ളേരുടെ ഭാഗത്തു നിന്നായാലും മക്കളായാലും, ഇപ്പൊ എൻ്റെ മകൻ ഡോക്ടർ ക്രിസ്റ്റോ അവനായാലും ഇപ്പൊ എന്തെങ്കിലും, ഇപ്പൊ എനിക്കൊരു പേപ്പർ വേണം, പേന വേണം, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാൻ കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ സപ്പോർട്ട് വേണമല്ലോ. എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു. പുറത്തുള്ള മക്കളായാലും ഫോണിൽ കൂടെ ആയാലും നമുക്ക് കൺഗ്രാജുലേഷനൊക്കെ അറിയിച്ച്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എവിടം വരെ എത്തി അത് കാണാനും അത് കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കാനൊക്കെ അവരൊക്കെ 100% സപ്പോർട്ടീവാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. ഇപ്പം ഇവിടെ ഇരിക്കാൻ സാധിച്ചത് തന്നെ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണല്ലോ. ഈ ഇതിന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു എന്താണ്, ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നുണ്ട് ആരോ വിളിച്ചിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയും ഒക്കെ ചോദിച്ചിട്ടൊരു അവാർഡ് പോലെ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ പോലെയൊക്കെ തന്നു എന്ന് പറഞ്ഞിരുന്നു. അതെന്താണ് അത് കിട്ടിയത്? അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും അവര് ഒരു എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾ 100 പേരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇത് കേരള സഭയിലൊക്കെ ഇത് അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴി സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പല വൈദികരും അല്ലെങ്കിൽ ആസ്ഥാനത്തിലുള്ളവരൊക്കെ ബന്ധപ്പെട്ട് ഇത് അറിയുകയുണ്ടായിരുന്നു. അങ്ങനെ അവരറിഞ്ഞിട്ട് എന്നെ വിളിച്ചു, എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, അപ്പോൾ മാഡത്തിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ ഫോട്ടോസും എൻ്റെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അവരത് ഒരു ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ് സെലക്റ്റീവ് ആയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, വരണം. അപ്പോൾ അതിനൊരു അവാർഡ് മീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ മറ്റേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവാർഡ് തന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവാർഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ്, പ്രോത്സാഹനം കൂടെയാണ്, അപ്രിസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഇവന്റ് ആയിരുന്നു. ഞാൻ പള്ളിയിൽ ഇത് പ്രകാശനം ചെയ്തപ്പോൾ അച്ഛൻ്റെ വക നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിന്നെ ആ പ്രോത്സാഹനം കേട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് ഫോണിൽ കൂടെ കൺഗ്രാജുലേഷൻ പറഞ്ഞു. പിന്നെ അപ്പോൾ അത് അങ്ങനെ സന്തോഷം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ആതിര പെണ്ണിൻ
അവസരം തീർക്കും പൂഞ്ചോല നിൻമണിക്കുമ്പിളിൽ മുത്തുകളായി ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീ അണിഞ്ഞു കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീ അണിഞ്ഞു മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണു കാനന ശ്രീയായി തുളുമ്പി വീണു അമ്പരം ചുറ്റും വലത് വയ്ക്കാൻ നാം ഒരു വെൺമേഘത്തേരിലേറി ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ. ഈ നമ്മളിപ്പോൾ ഒരു പ്രോത്സാഹനത്തിനുപരി നമ്മൾ ഇതിനൊരു മനസ്സ് വേണമല്ലോ. ഈ പിന്നെ ഓരോ ഖണ്ഡം മീൻസ് ഓരോ ബൈബിളിലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത്രയും നമ്മൾ ഹൃദയസ്ഥമാക്കുക ചെയ്യുക എപ്പോഴും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനകത്ത് എപ്പോഴും ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബൈബിള് മൊത്തം എവിടെ നിന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ഹൃദയസ്ഥമാണോ, എങ്ങനെയാണ്? മനസ്സിനകത്ത് മൊത്തത്തിൽ ബൈബിളുണ്ടോ? മൊത്തം ബൈബിൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഡിറ്റക്റ്റീവ് നോവല് എന്തുമാട്ടെ, നമ്മൾ ആ പുസ്തകം വായിക്കുന്നു. ആ പുസ്തകം വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കിടന്ന ആ പുസ്തകം മൊത്തം നമ്മുടെ മനസ്സിലിരിക്കത്തില്ല. കഥകൾ ആണല്ലോ അതിൽ കൂടുതൽ. അതിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട വചനങ്ങൾ, അതിലെ കണ്ടന്റ്, ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്സ്, അതൊക്കെ നമ്മുടെ ഇതിലേക്ക് കയറും. അല്ലാതെ നമ്മൾ മൊത്തം ആ ബൈബിളിൽ 10,000-500 പേജിൽ പുസ്തകം വായിക്കുന്ന ഒന്നും നമുക്ക് ഇപ്പോൾ ഒരു പേപ്പർ എടുത്ത് വായിച്ചാലും അതിലെ മെയിൻ ഹെഡിങ്സ് ഒക്കെ നമ്മൾ ഇത് ചെയ്യും. എന്നതുപോലെ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് മൊത്തം ബൈബിൾ മൊത്തം ബൈഹാർട്ട് അങ്ങനെ പറയാനൊന്നും ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വചനം കോട്ട് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കാനും അതിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അത് ഓരോ വചനങ്ങൾ പഠിച്ചിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. അത് നമുക്ക് സാധിക്കും ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നത് കൊണ്ട്. അല്ലാതെ നമുക്ക് മൊത്തം ബൈബിള് കാണാതെ പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംരംഭം പറ്റും. കാരണം ഈ 2-3 ഇപ്പോൾ കുറേ ബൈബിൾ എഴുതി തീർത്തു, അപ്പോൾ കുറേയെങ്കിലും അതിനകത്ത് ഉണ്ടാവും, കുറേയെങ്കിലും പറയാം. കുറേ നമ്മളവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വചനം, വാക്യം, അധ്യായം വെച്ചിട്ട് എഴുതുന്നവർക്കാണ് അവിടെ പ്രൈസ് കൊടുക്കുക. അങ്ങനെയാണ്. അപ്പം അതിൽ ഞാൻ 5 വർഷവും പങ്കെടുത്ത് 1 മണിക്കൂർ കൊണ്ട് എഴുതണം, അതാണ് ടൈം. അപ്പോൾ 141 വചനങ്ങൾ എഴുതിയിട്ടാണ് ആദ്യത്തെ 1ാം സമ്മാനം കിട്ടിയത്. 1 മണിക്കൂറിന്. അതായത് അധ്യായം എഴുതണം, വാക്യം എഴുതണം. അതായത് റോമക്കാരുടെ ലൂക്കായുടെ സുവിശേഷം അധ്യായം 12 ഇത്ര വാക്യം എന്ന് പറഞ്ഞിട്ട് അതും കൂടി എഴുതിയിട്ടാണ് നമ്മൾ ഈ വചനം പൂർത്തിയാക്കുന്നത്. അപ്പോൾ വചനങ്ങൾ ഒരുപാട് നമ്മുടെ ഇതിൽ ബൈഹാർട്ട് ഉണ്ട്. പക്ഷെ മൊത്തം ബൈബിളിന്റെ ഇതുണ്ടോന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏത് പള്ളിയിലാണ്, ഏത് ഇടവകയാണ്? ഇപ്പോൾ പ്രസാദപരനാഥ ചർച്ച്, ആളൂര്. അവിടുത്തെ അച്ഛൻ പ്രോത്സാഹനം ഉണ്ടോ? എങ്ങനെയാ അച്ഛനെ കുറിച്ച്? ഇപ്പൊ ഫാദർ ലിൻഡോ പനംകുളം എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛൻ പുതിയതായിട്ട് ചാർജ് എടുത്ത് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ആളാണ് ഇതിന്റെ ഈ കേരള സഭയിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്. അപ്പൊ അതിന് മുമ്പുള്ള അച്ഛൻ മാറിപ്പോയപ്പം ഓൾറെഡി ഇത് പ്രകാശനം ചെയ്തു. അങ്ങനെ പുതിയ അച്ഛൻ വന്നപ്പോ പിന്നെ പുതിയ ആളാണല്ലോ, പ്രോത്സാഹനം കുറവൊന്നുമില്ല. ഈ നമ്മളിപ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ എന്താ തോന്നുന്നത് ഇതിനെക്കുറിച്ച്? ഇതിപ്പോൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് പണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്?
ഒരുപാട് സന്തോഷം, ഒരുപാട് സമാധാനം, ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഒരുപാട് അറിവാണ്. അതായത് നമ്മൾ ബൈബിൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാവുന്ന ദൈവത്തെക്കുറിച്ചുള്ള എന്തോ ഒരു പുസ്തകം അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മളത് എഴുതി അത് ഗ്രഹിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴാണ് എന്താണ് ബൈബിൾ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് ഈ ബൈബിൾ വായനയോടൊന്നും അധികം ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇപ്പം വീടുകളിലായാലും ബൈബിൾ എടുത്ത് വായിക്കുക എന്നൊന്നും ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഡെയിലി ബൈബിൾ വായിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയും പള്ളിയിൽ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ബൈബിള് പഠിച്ച് എഴുതിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാത്തവർക്ക് വലിയ നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചെങ്കിലും ഇതിൽ ചെയ്യണം. കുറച്ചല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജീവിതകാലത്ത് അത് ഏത് മതമായിക്കോട്ടെ, ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ബൈബിള്, മറ്റുള്ളവർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം നമ്മളെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ബൈബിള് ഒരു പ്രാവശ്യമെങ്കിലും മൊത്തം വായിക്കണം എന്നാണ് പറയുന്നത്. അതില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതായത് ദൈവം നമുക്ക് ആകെ പഠിക്കാൻ പറഞ്ഞു തന്നിട്ടുള്ള പുസ്തകം അത് മാത്രമാണ്. അത് മാത്രം അതായത് അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇതിലെടുത്തു കഴിഞ്ഞാൽ ഖുറാൻ പുരുഷന്മാരൊക്കെ ഏകദേശമൊക്കെ വായിക്കും. എനിക്ക് തോന്നുന്നു, അറിയില്ല മറ്റവരാണെങ്കിൽ രാമായണം ഭാഗവതമൊക്കെ വായിക്കുന്നുള്ളൂ. അപ്പം ഞാൻ അതുമൊക്കെ വായിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അതിന് മതങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കുറച്ച് രാമായണമൊക്കെ ഞാനും എഴുതിയിട്ടുണ്ട്, പുസ്തകം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറച്ച് ഖുറാൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നുണ്ട്. അതൊന്നും പൂർത്തിയാക്കാനായിട്ടുള്ള അങ്ങനെ കണ്ടിന്യൂസ് എഴുതാൻ തോന്നിയിട്ടില്ല. ഞാൻ ഇതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വെച്ചിരുന്നത്. പക്ഷെ നല്ലതാണ്, ഏത് മതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു അറിവ് തന്നെയാണ്. ഈ ക്രിസ്മസ് കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? വരുന്ന ക്രിസ്മസ് കാലം നമ്മൾ ഒരു ഇനിഷിയേഷൻ അങ്ങനെയൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്താണെന്നുള്ളത് ഒരു ക്രിസ്ത്യാനി തീർച്ചയായിട്ടും പഠിച്ചിരിക്കും. ക്രിസ്മസ് എന്താണെന്നുള്ളത് പൊതുവെ പുറമേ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വീടുകളിൽ ഒരു നക്ഷത്രം തൂക്കുക, അല്ലെങ്കിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കുക, കേക്ക് ഒരു ട്രീ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇറച്ചിയൊക്കെ ആയിട്ടൊരു വിഭവ സദ്യ ഭക്ഷണം കഴിക്കുക. ഇത്തരത്തിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ക്രിസ്മസ് ആണ് പലരുടെയും മനസ്സിലേക്ക് വന്നിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വിട്ടിട്ട് എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ണി പിറക്കുക എന്ന് വെച്ചിട്ടാണ് ഈ പാതിരാക്കി ഉണ്ണിയുടെ രൂപമൊക്കെ വെച്ച് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കരോള് സിംഗൊക്കെ വേണ്ടി പണ്ട് രാജാക്കന്മാര് സമ്മാനം കൊടുത്തൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. അതൊരു ആചാരമാണ്. അതായത് ക്രിസ്മസിന് കരോള് വരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ണി പറക്കണം എന്ന് പറയാം. ഈ ഉണ്ണി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൊരു ഉണ്ണി ജനിക്കുക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആചാരമാക്കി മാറ്റണം. അപ്പോഴാണ് ക്രിസ്മസിന് പ്രാധാന്യമുള്ളൂ, പുതുമയുള്ളൂ. നമ്മൾ പുറമേ കാണിക്കുന്നേക്കാൾ ഉപരി ഓരോരുത്തരുടെ ഹൃദയത്തിലും ഉണ്ണി പറക്കണം. അപ്പം അത് ആത്മീയമായിട്ട് നമ്മൾ ഒരുങ്ങി ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം ഉണ്ടല്ലോ, അതേ ഒരുക്കം നമ്മൾ ഒരുങ്ങിയിട്ട് വേണം ക്രിസ്മസ് ആഘോഷിക്കാൻ. ശരിക്കും പലയിടത്തും നടക്കുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം ഫാസ്റ്റ് വേൾഡിൽ ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ടോ സംശയമുണ്ട്. ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ കിടക്കുന്ന സമയത്ത് രാവിലെ പണ്ട് രാവിലെ പള്ളികളിൽ പാട്ട് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. ഞാനത് പറഞ്ഞിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഞാൻ രാവിലെ കേൾക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പാട്ട് വരും ചില ദിവസങ്ങളിൽ. പക്ഷേ ഇത് നമ്മൾ പള്ളിയിൽ നിന്ന് തുടർച്ചയായിട്ട് പാട്ട് വരുന്നത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ പാടുന്നുണ്ട്. ക്രിസ്മസിന്റെ 2 ദിവസം ഒക്കെ പാടുന്നുണ്ട്, കരോൾ സിംഗ് ഒക്കെ. അന്ന് നമ്മളും ഈ രാത്രി അന്ന് ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. പെട്രോമാക്സ് ലൈറ്റ്, ഈ പെട്രോമാക്സ് ലൈറ്റും കൊണ്ടാണ് പോവുക. ഈ പെട്രോമാക്സ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അതിനകത്ത് അത് വളരെ ടെക്നിക്കലി യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ലൈറ്റാണ്. രാത്രി കരോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ബാക്കി എല്ലാവരും വേഷം കെട്ടി അതിങ്ങനെ അടിക്കണം. അടിച്ചടിച്ച് അതിനകത്തൊരു ഫിലമെൻ്റ് ഉണ്ട്. പകുതി വെച്ച് ഈ ഫിലമെൻ്റ് അങ്ങ് കത്തിപ്പോവും. അപ്പോൾ വേറെ ഫിലമെൻ്റ് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അതിന് സ്ഥിരം ഓപ്പറേഷൻ ഞാനായിരുന്നു. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് ക്രിസ്മസിൻ്റെ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അന്ന് വളരെ സൗഹാർദ്ദത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ കരോളിൻ്റെ ഒരു എല്ലാ വീട്ടിലും. എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം റെഡിമെയ്ഡ് നക്ഷത്രങ്ങൾ വാങ്ങുകയാണല്ലോ ചെയ്യുന്നത്.
അപ്പൊ അന്ന് കാലത്ത് ഈ നക്ഷത്രം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ജോലി. അതായത് അതിന്റെ കമ്പികളൊക്കെ മേടിച്ച് പേപ്പറൊക്കെ മേടിച്ച് പശ വെച്ച് ഒട്ടിക്കുക എന്നുള്ളത് അത് നമ്മളെ കാരണന്മാരെ എങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഒരു കുടങ്ങളാണ് അന്നത്തെ യഹൂദര് ഉപയോഗിച്ചിരുന്ന, ലൈറ്റിന് പകരം ഉപയോഗിച്ചിരുന്ന ഓട്ടയുള്ള കുടങ്ങൾ. അതിന്റെ ഉള്ളില് മെഴുകുതിരി കത്തിച്ച് ഇതിന്റെ ഉള്ളില് ചുമന്ന പേപ്പർ പച്ച പേപ്പറൊക്കെ വെച്ച് കളറ് ഫുള്ളാക്കിയിട്ട് നമ്മളിങ്ങനെ ജനലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഫ്രണ്ടിൽ തൂക്കിയിടും. എന്നാ എന്റെയൊക്കെ കുട്ടിക്കാലത്തെ കഥയാണ്. അപ്പൊ അത് ഉണ്ടാക്കുക, അത് കാണുക എന്നുള്ളത് ക്രിസ്മസിന്റെ ആ ഒരു വലിയ സന്ദേശം. അതിൽ കൂടെ നമുക്ക് എന്താണിത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലൈറ്റിന്റെ മോഡലുകൾ ഉണ്ടാക്കി പേപ്പർ കൊണ്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കി നമ്മൾ തൂക്കിയിടുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തന്നെയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു നമ്മള് എല്ലാം റെഡിമെയ്ഡ് വാങ്ങുന്നു. നമ്മുടെ കാലത്തിലൊക്കെ വന്നുമ്പോൾ നമ്മൾ വലിയ നക്ഷത്രം ഉണ്ടാക്കും ക്ലബിൽ. നക്ഷത്രം ഉണ്ടാക്കിയിട്ട് പല ബൾബുകളും നമ്മുടെ എന്താ പറയുക വർണ്ണ ബൾബുകളുണ്ടല്ലോ അതൊക്കെ അകത്ത് കെട്ടിയിട്ടിട്ട് പല സ്ഥലത്തും കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നക്ഷത്രമാണ്. എന്നിട്ട് റോഡിന്റെ നടുക്കത് എന്ത് ചെയ്യും തൂക്കിയിടും. ഇപ്പം നമ്മുടെ കാലത്ത് വന്നപ്പോൾ അതൊക്കെയായി. പണ്ട് ഈ പറഞ്ഞതുപോലെ മെഴുകുതിരിയൊക്കെ വെച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അല്ല ഇപ്പൊ ആളുകൾക്ക് അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇല്ല ആക്ച്വലി. അപ്പൊ കടയിൽ പോവാ നേരെ വാങ്ങുക, അത് ആരൊക്കെ ഉണ്ടെങ്കിലും കെട്ടി തൂക്കിക്കുക. അപ്പൊ അത്ര വലിയ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. പണ്ടത്തെ രീതി വെച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ക്രിസ്മസ് കരോള് വരുന്ന അന്നൊക്കെ എൻ്റെ ഓർമ്മ വയ്ക്കുമ്പോൾ രാത്രി പാതിര കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അന്ന് ഇറച്ചിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കും. ഇപ്പോഴത്തെ ഗൾഫിൽ ചെന്നപ്പോഴത്തേക്ക് അത് തലേ ദിവസമാണ്. തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ 24-ാം തീയതി ആകുമ്പോഴത്തേക്കും അത് എല്ലാം എന്താ ഈ ക്രിസ്മസ് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുണ്ട് ക്രിസ്മസ് ടൈമില്. ശരിക്കും ഇപ്പൊ നമ്മൾ പള്ളിയിൽ പടക്കം പൊട്ടിച്ചു അല്ലെങ്കിൽ ഉണ്ണി പിറന്നു എന്ന് പറഞ്ഞാൽ കരോളിന്റെ തന്നെ ഗാനങ്ങളും എല്ലാം മാറ്റം വന്നു. പണ്ട് കരോള് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ആഘോഷമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു കരോളൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി പള്ളികളിലും. അതൊക്കെ കുട്ടികളില്ല, ആർക്കും താല്പര്യമില്ല. എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? ദൈവത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ യാത്രകൾ വളരെയധികം സുഖപ്രദമാകും. പുതുവത്സരത്തിൻ്റെ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ. അപ്പോൾ എഴുത്ത് വളരെ വളരെ സുഗമമായി നടക്കട്ടെ. ഇനിയും ബൈബിളുകൾ സ്വന്തം കൈപ്പടയിലൂടെ പിറക്കട്ടെ. എല്ലാ ആശംസകളും. ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.